കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാളെ അന്തിമവാദം തുടങ്ങും. പൾസ് സുനി ഒന്നാം പ്രതിയും നടൻ ദിലീപ് എട്ടാം പ്രതിയുമായി കേസ് 8 വർഷമായി നീണ്ടുപോവുകയാണ്. അതിനിടെയാണ് ഇന്നിപ്പോൾ രാഷ്ട്രപതിക്ക് അതിജീവിത കത്തയച്ചത്. പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതായാണ് പരാതി. ക്രിമിനൽ നിയമപ്രകാരം നടപടിയെടുക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും നൽകിയ പരാതിയിലും നടപടിയില്ലെന്ന് അതിജീവിത ചൂണ്ടിക്കാട്ടുന്നു. നീതി അകലെയോ എന്നാണ് ചോദ്യം. റോഷിപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ആദ്യമായി കണ്ട ഒരു ബലാത്സംഗ കൊട്ടേഷൻ കേസ്, ആ കേസ് അസാധാരണമാം വിധം നീണ്ടുപോകുന്ന കാഴ്ച കണ്ടു. ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് 8ാമത്തെ പ്രതിയായിട്ടുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട നടൻ ദിലീപാണ്. ഈ അന്വേഷണം പൂർത്തിയായി ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു. റിപ്പോർട്ടർ TV അടക്കം ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രധാനപ്പെട്ട തെളിവുമായി എത്തി. അവിടെ നിന്നും വീണ്ടും തുടരന്വേഷണം ഉണ്ടാവുന്നു. ഇതിനിടയിൽ മെമ്മറി കാർഡ് അനധികൃതമായി തുറക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. കേട്ടുകേൾവിയില്ലാത്ത പലതും സംഭവിച്ച വിചാരണക്കാലം കടന്നുപോയി. നാളെ വാദം ആരംഭിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അതിജീവിത പ്രസിഡന്റിന് കത്തുമായി എത്തിയിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ റോഷിപാൽ? അരുൺകുമാർ, നടി ആക്രമിക്കപ്പെട്ട സംഭവം 2017 ഫെബ്രുവരി 17. ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ വാദങ്ങൾ അവസാനിക്കുന്ന തൊട്ടുമുമ്പാണ് ഈ വിചാരണയുടെ അവസാന ഘട്ടത്തിലായിരുന്നു 2021 ബാലേന്ദ്രകുമാർ ഏറ്റവും നിർണായക വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ TVയിൽ നടത്തിയത്. തുടരന്വേഷണം നടന്നു. തുടരന്വേഷണത്തിൽ ഒരു പ്രതി കൂടി കേസിൽ വന്നു. ദിലീപിന്റെ സുഹൃത്തായ ശരത്ത് ഒരു കൂട്ടുപ്രതിയായി ഈ കേസിൽ വരികയും ചെയ്തു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട പല തെളിവുകളും റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതിനൊപ്പമാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഈ മെമ്മറി കാർഡ്, ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന മെമ്മറി കാർഡ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ആ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി കോടതി കസ്റ്റഡിയിൽ പരിശോധിക്കപ്പെട്ടു എന്ന കണ്ടെത്തൽ, അത് റിപ്പോർട്ടർ 2022 ഫെബ്രുവരി ആദ്യവാരമാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. തുടർന്നാണ് ആക്രമിക്കപ്പെട്ട നടി കോടതിയെ സമീപിക്കുന്നു, സർക്കാരിനെ സമീപിക്കുന്നു, അന്വേഷണം ആവശ്യപ്പെട്ട്. തുടർന്ന് നീണ്ട പോരാട്ടമാണ്. ആ പോരാട്ടങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി വസ്തുതാ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹനിയം വർഗീസ് പ്രാഥമികമായ പരിശോധനകൾ നടത്തി ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം വിവരം ശേഖരിച്ചുകൊണ്ട് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിന്റെ പകർപ്പും നമ്മൾ തന്നെ പുറത്തുവിടുകയുണ്ടായി. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ജുഡീഷ്യൽ ഓഫീസർമാർ അനധികൃതമായി തന്നെ ഈ മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തു. അവർ വീടുകളിലേക്ക് മെമ്മറി കാർഡ് കൊണ്ടുപോയി. കോടതിയിലെ ഉദ്യോഗസ്ഥന്മാർ അത് ദുരുപയോഗം ചെയ്തു എന്ന സൂചനകൾ പുറത്തുവരുന്നു. അവർ അവരുടെ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ ഈ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്ത് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്ന കണ്ടെത്തൽ, ഇതൊക്കെ ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ഭാഗമായി 2 വട്ടം ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന ഈ മെമ്മറി കാർഡിൽ നടത്തിയിരുന്നു. ആ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ. അതിൽ കുറ്റക്കാരാരെന്ന് കണ്ടെത്തി. ആ കണ്ടെത്തിയ കുറ്റക്കാർക്കെതിരെ എന്തുകൊണ്ട് ക്രിമിനൽ നടപടിക്രമങ്ങൾ അനുസരിച്ച് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഈ ആക്രമിക്കപ്പെട്ട നടി മുന്നോട്ട് വെക്കുന്നത്. ഏതാണ്ട് 1 വർഷത്തോടടുക്കുന്നു ഈ റിപ്പോർട്ട് കോടതിയിലെത്തിയിട്ട്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അതിൽ ഉള്ള ഒരു ദുഃഖം, അതിൽ പോരാട്ടം അവസാനിപ്പിക്കാതെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. പിന്നീട് സുപ്രീം കോടതിയിൽ പരാതി നൽകുന്നു, നടപടി വേണമെന്നാവശ്യപ്പെട്ട്. ഒടുവിൽ നടപടി ഇല്ലാതായപ്പോഴാണ് ഒരു ദയാഹർജിക്ക് സമാനമായി തനിക്ക് നേരിട്ട ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾ, പിന്നീട് ഈ വേട്ടയാടലുകളുടെ തുടർച്ചയായി മെമ്മറി കാർഡുകൾ, ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പോലും ചോർത്തപ്പെട്ടുവെന്ന വലിയ ആശങ്കയോടെ രാഷ്ട്രപതിക്ക് മുന്നിൽ ഒരു പരാതി. സംഭവങ്ങളാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നമ്മൾ കണ്ടത്.